ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഘട്ടം 10th പ്രിലിംസ് പരീക്ഷയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയും എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവസാനം വരെ ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: തൊഴിൽ പരിശീലനത്തിനോ മത്സര പരീക്ഷാ പരിശീലനത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? അതായത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. തൊഴിൽ പരിശീലനത്തിലോ മത്സര പരീക്ഷാ പരിശീലനത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. കണക്ട് ടു വർക്ക് പദ്ധതിയാണ് കേട്ടോ. കണക്ട് ടു വർക്ക് പദ്ധതിയാണ്. രണ്ടാമത്തെ ചോദ്യം: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയുടെ കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ്? നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് വന്ന പുതിയ പദ്ധതിയാണ് ഇതാണ് VBG റാംജി പദ്ധതി. അതാണ് അതിന്റെ മുഴുവൻ പേര്. കഴിഞ്ഞ വട്ടത്തെ നടന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. മുഴുവൻ പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പദ്ധതിയുടെ കേരളത്തിലെ പുതിയ ദിവസക്കൂലി എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 401 രൂപയാണ്. അപ്പൊ VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ പുതിയ ദിവസക്കൂലി എത്രയാണ്? 401 രൂപയാണ്. 401 രൂപയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം: 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു? അപ്പം നമ്മുടെ ഈ അടുത്തിടെ ഈ ഒരു 2026 കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതായത് 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു എന്നാണ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ജയരാജ് ആണ്. അപ്പൊ പഠിച്ചു നോക്കണം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ജയരാജ് ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഇപ്പൊ 2026 പ്രഖ്യാപിച്ച, അതായത് 2026 പ്രഖ്യാപിച്ച അവാർഡാണ്. അതായത് 2024 സിനിമകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകിയത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആർട്ടിക്കിൾ 370 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 370 ആണ്. അപ്പൊ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് സിനിമയാണ്? ആർട്ടിക്കിൾ 370 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നടി ആരാണ്? അതായത് 72ാമത് നാഷണൽ അവാർഡ്സിലെ 72ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. യാമി ഗൗതം ആണ് കേട്ടോ. അപ്പൊ മികച്ച നടി ആരാണ്? യാമി ഗൗതമാണ്. ചിത്രം ഏതാണ്? ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം യാമി ഗൗതത്തിന് ലഭിച്ചത്. അടുത്ത ചോദ്യം: 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയതാരാണ്? മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. രാജ്കുമാർ പെരിയസ്വാമിയാണ്. നമ്മുടെ അമരൻ, നമ്മുടെ ശിവകാർത്തികേയൻ നായകനായിട്ടുള്ള അമരൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ചിത്രം സംവിധാനം ചെയ്തതിനാണ് രാജ്കുമാർ പെരിയസ്വാമിക്ക് എന്താണ് മികച്ച സംവിധായകനുള്ള 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഏഴാമത്തെ ചോദ്യം: 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയവർ ആരെല്ലാം എന്നാണ്. അപ്പൊ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ വട്ടം, അതായത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇതുപോലെ മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് നമ്മുടെ ഷാറൂഖ് ഖാനും പിന്നെ വിക്രാന്ത് മാസിക്കുമാണ്. 72ാമത് പുരസ്കാരത്തിൽ ആർക്കൊക്കെയാണ്? ഒന്ന് നമ്മുടെ സ്വന്തം മമ്മൂട്ടിക്കും അതുപോലെ തന്നെ കാർത്തിക് ആര്യനുമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയവര് മമ്മൂട്ടിയും കാർത്തിക് ആര്യനുമാണ്. മമ്മൂട്ടി ഏതാണ്? ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് ലഭിച്ചത് കേട്ടോ. അടുത്ത ചോദ്യം: 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് എന്നാണ്? 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച തീയതി എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2026 ജൂലൈ 18-നാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം
പ്രഖ്യാപിച്ചത്? 2024 സിനിമകൾക്കാണ് ഈ ഒരു 72ാമത് പുരസ്കാരം പ്രഖ്യാപിച്ചത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ നിലവിലെ 51ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ, വിശ്വനാഥ് സിൻഹയാണ്. അടുത്ത ചോദ്യം. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക് 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ക്വസ്റ്റ്യൻ നമ്പർ പറയാം. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക് 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, ഇ സന്തോഷ് കുമാർ ആണ്, ഇ സന്തോഷ് കുമാർ. അടുത്ത ചോദ്യം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഹാർട്ട് ലാമ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അതായത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഹാർട്ട് ലാമ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ബാനു മുഷ്താഖ് ആണ്, ബാനു മുഷ്താഖ്. മലയാള സാഹിത്യത്തിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മായാ മനുഷ്യർ എന്ന നോവൽ എഴുതിയത് ആരാണ്? അതായത് മലയാള സാഹിത്യത്തിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മായാ മനുഷ്യർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, എൻ പ്രഭാകരനാണ് കേട്ടോ. അപ്പം പഠിച്ചു വെക്കണേ, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ നോവലിൽ നേടിയത് എൻ പ്രഭാകരനാണ്. നോവൽ ഏതാണ്? മായാ മനുഷ്യർ ആണ്. അടുത്ത ചോദ്യം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര അവാർഡിന് അർഹനായ തമിഴ് എഴുത്തുകാരൻ ആരാണ്? അതായത് 2026 പ്രഖ്യാപിച്ച 60ാമത് ജ്ഞാനപീഠം അവാർഡിന് അർഹനായ തമിഴ് എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ആർ വൈരമുത്തുവാണ് കേട്ടോ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കും അതുപോലെ തന്നെ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാണ് ആർ വൈരമുത്തുവിനും കേട്ടോ. അടുത്ത ചോദ്യം. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അതായത് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി വരുന്ന നമ്മുടെ 10th മെയിൻസ് പരീക്ഷകൾക്കും അതുപോലെ തന്നെ VF വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ LP-UP പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ളൊരു ബാച്ചാണിത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെയും PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും പിന്നെ 2025 ജനുവരി മുതൽ 2026 ജൂലൈ മാസം വരെയുള്ള മുഴുവൻ പ്രധാനപ്പെട്ട മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ എല്ലാം PDF നോട്ട്സും മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ എല്ലാം PDF നോട്ട്സുകളും അതോടൊപ്പം തന്നെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുകളുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഇനി അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച മദർ മേരി കംസ് ടു മീ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അതായത് 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച മദർ മേരി കംസ് ടു മീ എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അരുന്ധതി റോയ് ആണ് രചയിതാവ്. അടുത്ത ചോദ്യം. 2025 35ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ ഹരപാർവതി കഥ എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? അതായത് 35ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആരാണ്? രാം കുമാർ മുഖോപാധ്യായ ആണ് കേട്ടോ. ഓപ്ഷൻ എ, രാം കുമാർ മുഖോപാധ്യായ. അപ്പൊ പഠിച്ചു നോക്കണം. 2025 35ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് രാംകുമാർ മുഖോപാധ്യായ. കൃതി ഏതാണ്? ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലാണ് കേട്ടോ. ഹരപാർവതി കഥ എന്ന ബംഗാളി നോവലാണ്.
അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ലേണിംഗ് സ്കൂൾ നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലേണിംഗ് സ്കൂൾ നിലവിൽ വന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരമാണ് കേട്ടോ, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 2026 കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ റെയിൽ കോറിഡോർ ഏത് സംസ്ഥാനത്താണ്? അതായത് 2026 കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ റെയിൽ കോറിഡോർ ഏത് സംസ്ഥാനത്താണ് ഉള്ളതെന്നാണ് വെച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, തമിഴ്നാട്ടിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ റെയിൽ കോറിഡോർ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ, പഠിച്ചു നോക്കണം. ഓപ്ഷൻ സി തമിഴ്നാട്. അടുത്തത്, നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതാണ്? പഠിച്ചു നോക്കണം. ഇന്ത്യയിലെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതാണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഓപ്ഷൻ എ കേരളമാണ് കേട്ടോ, നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം ഏതാണ്? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ള അമീബയുടെ വകഭേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറിയ ആണ് കേട്ടോ, നെഗ്ലേറിയ ഫൗലേറിയ ആണ്. അപ്പൊ പഠിച്ചു നോക്കണേ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ള അമീബയുടെ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയ ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹൃദയപൂർവം എന്നാണ് പേര്. അടുത്തത്, 2026 ഓഗസ്റ്റ് 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ലഭ്യമാക്കുന്നതിന് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് നിർബന്ധമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് നിർബന്ധമാക്കിയ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ന്യൂഡൽഹി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? 2026 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ, അതായത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ആരാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുരളി ശ്രീ ശങ്കർ ആണ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ അഥവാ തൂഫാൻ വാരിയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാൽ ആണ് കേട്ടോ. അപ്പൊ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്, അതായത് തൂഫാൻ വാരിയർ. അടുത്ത ചോദ്യം, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നിലവിൽ വന്നത് എന്നാണ്? കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2026 മെയ് 16 കേട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പം നമ്മുടെ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി നിലവിൽ വന്നത് എന്നാണ്? 2026 മെയ് 16 കേട്ടോ, 2026 മെയ് 16 CJP നിലവിൽ വന്നത്. ഇനി അടുത്ത ചോദ്യം, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ സ്ഥാപകൻ ആരാണ്? CJPയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അഭിജിത്ത് ദീപ്കെ ആണ് കേട്ടോ. അപ്പൊ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയും കോക്രോച്ച് ജനതാ പാർട്ടി നിലവിൽ വന്നത് 2026 മെയ് 16 കേട്ടോ, മെയ് 16. അടുത്ത ചോദ്യം, VBG റാംജി നിലവിൽ വന്നത് എന്നാണ്? അതായത് നമ്മുടെ തൊഴിലുറപ്പിന് പകരം വന്നിട്ടുള്ള നിയമമായിട്ടുള്ള VBG റാംജി പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 2026 ജൂലൈ 1 VBG റാംജി നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ഏതാണ് ആ നഗരം? അതായത് UN-ലെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വർക്കലയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2026 ജൂണിൽ ഭൂകമ്പം മൂലം വൻ നാശനഷ്ടമുണ്ടായ വെനസ്വേലയെ സഹായിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്? വെനസ്വേലയെ സഹായിക്കാനായിട്ട് അടുത്തിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആണ് കേട്ടോ, ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം, 2026 ജൂലൈയിൽ ഭക്ഷ്യവകുപ്പ് ധാന്യ ATMകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 2026 ജൂലൈയിൽ
ഭക്ഷ്യവകുപ്പ് ധാന്യ ATMകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നമ്മുടെ കേരളമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് നടന്ന ആദ്യ മലയാളിയായിട്ടുള്ള ഡോക്ടർ അനിൽ മേനോൻ എത്ര സമയമാണ് ബഹിരാകാശത്ത് നടന്നത് എന്നാണ് ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം. ബഹിരാകാശത്ത് നടന്ന ആദ്യ മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ എത്ര സമയമാണ് ബഹിരാകാശത്ത് നടന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 6 മണിക്കൂർ 27 മിനിറ്റ് ആണ് കേട്ടോ. 6 മണിക്കൂർ 27 മിനിറ്റ് ആണ് അദ്ദേഹം ബഹിരാകാശത്ത് കൂടെ നടന്നത്. അടുത്ത ചോദ്യം, SIRന്റെ പൂർണ്ണരൂപം എന്താണ്? SIRന്റെ പൂർണ്ണരൂപം, അതായത് നമ്മുടെ തീവ്ര വോട്ടർ പരിഷ്കരണ പട്ടികയായിട്ടുള്ള SIRന്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് കേട്ടോ. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് SIRന്റെ പൂർണ്ണരൂപം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പട്ടിക നടപടികൾ, ഡിജിറ്റൽ നടപടികളെല്ലാം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, 2026 മെയ് മാസത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് എവിടെയാണ്? ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ന്യൂഡൽഹിയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? എന്നൂടെ പറയാം. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാളാണ്. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരിയാണ്. അടുത്ത ചോദ്യം, 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം. 2026 നടന്ന ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡൽഹിയാണ് കേട്ടോ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 35 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനോട് മറക്കരുത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ, പ്രയോജനപ്രദമാകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ലാസ് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത്. സപ്പോർട്ട് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. കമന്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പം നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.